ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉള്ളിച്ചീര തോരൻ്റെ റെസിപ്പി കാണാം. ഇത് വളരെയധികം ഹെൽത്തിയാണ് ഈ ഒരു ചീര തോരൻ വെച്ച് കഴിക്കുന്നത്. നമുക്ക് വായിലുണ്ടാകുന്ന വാ പൊട്ടലുകളും വാ പുണ്ണൊക്കെ മാറിക്കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഇതെല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും പച്ചക്കറി കടകളിലും എല്ലാം തന്നെ നമുക്കിത് മേടിക്കാനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞു കൊടുക്കാവുന്നതാണ്. നമുക്ക് പച്ചക്കറികളിലെ പയറും ബീൻസും ഒക്കെ അരിഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് അരിഞ്ഞു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു ചീരയും കൂടാണിത്. അപ്പോൾ അതിൻ്റെ ആ മുകൾ ഭാഗത്തെ ഇതുപോലുള്ള വെളുത്ത നിറത്തിലുള്ള പൂക്കളൊക്കെ ഇതുപോലെ അങ്ങ് മാറ്റി കൊടുക്കാം. ആ ചീര മാത്രം നമുക്ക് അരിഞ്ഞു കൊടുത്താലും മതി. ഇതുപോലെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തോരൻ തയ്യാറാക്കാം. ഒരു പാത്രത്തിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും ഒരു പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നതിനായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിച്ചീര ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് എണ്ണയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ വാടി വരുന്നതായിരിക്കും. ഇനി ഇതുപോലെ പെട്ടെന്ന് വാടി കിട്ടുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് സവാളയും കൊച്ചുള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന പോലെ തന്നെയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് 10 മിനിറ്റ് സമയത്തേക്ക് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വാടി വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് പോലും വേണ്ട ഇത് വെന്ത് വരുന്നതിനായിട്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതിനായിട്ട് ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു നുള്ള് ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൈ കൊണ്ട് നന്നായിട്ട് ഇവിടെ തിരുമ്മി എടുക്കുകയാണ്. ജാറിനകത്ത് കറക്കി എടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇതിനകത്തോട്ട് വെളുത്തുള്ളി ചതച്ചത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി അരപ്പ് ഇവിടെ നന്നായിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ഉള്ളിച്ചീരയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പൊക്കെ അതിനകത്തോട്ട് നല്ലതുപോലെ ഒന്ന് പിടിച്ചു വരുന്നതിനായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 സെക്കൻഡും കൂടെ അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുക്കരുത്. എന്നാലാണ് നമുക്കിത് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഉള്ളിച്ചീര തോരൻ്റെ റെസിപ്പി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളിവിടെ ഇതിനെ ഉള്ളിച്ചീര, ഉള്ളിപ്പൂവ്, ഉള്ളിത്തണ്ട് എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് സവാളയൊക്കെ അരിഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇത് അരിഞ്ഞു കൊടുക്കുന്ന സമയത്തും ചെറിയൊരു കണ്ണരിച്ചിലൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയേ ഉള്ളൂ.